അടുത്തതായിട്ട് നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഈ സ്പെഷ്യൽ പെർഫോമൻസ് അങ്ങ് കോഴിക്കോട് നിന്ന് വരുന്ന ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അപ്പോൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, മിസ്റ്റർ ദേവരാജ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് എന്താ സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത്? ഞാൻ ആദ്യം മുതുകാട് സാറിൻ്റെ ശബ്ദം, ഗോപിനാഥ് മുതുകാടിൻ്റെ ഇവർ കുട്ടികളൊക്കെ ഉള്ളല്ലോ, അപ്പം പുള്ളി ഈ ഇൻ്റർവ്യൂവിലൊക്കെ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഒന്ന് ചെയ്യാം. മാജിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഒരു കാലത്ത് ഗോപി എന്ന് പറയുന്ന കൊച്ചു കുട്ടിയായിരുന്നു ഞാൻ. ഒരു മജീഷ്യനായി മാറിയിട്ടുണ്ട്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് പ്രൊഫസർ വാഴക്കുന്ന മുതിർന്ന മാജിക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ മാജിക്കുകൾ കണ്ടിട്ട് ഞാൻ അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അച്ഛനുമായിട്ട് പിണങ്ങിയിട്ടുണ്ട്. ഞാൻ ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ട് ഒരുപാട് കാലം. അതിനുശേഷമാണ് ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നതും മാജിക്കിനെ കൂടുതൽ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയതും. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും മനുഷ്യ മനസ്സിൻ്റെ നന്മയുടെ ഭാഗത്തൂടെ മാത്രം സഞ്ചരിക്കാൻ പഠിക്കുക. റൈറ്റ്, താങ്ക് യു, ദാറ്റ്സ് മാജിക്. ഓക്കെ. പിന്നെ നമ്മുടെ ഗോപകുമാർ സാർ, TN ഗോപകുമാർ സാർ, അദ്ദേഹം ഇപ്പം ജീവനോടെ ഇല്ലെങ്കിലും അദ്ദേഹത്തെ ഒരു നിമിഷം നമ്മൾ ഓർക്കുകയാണ്. എന്ന് നിന്റെ മൊയ്തീൻ, ഇതിലെ മൊയ്തീനായിട്ട് മൂപ്പര് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആ ഡയലോഗുകൾ പറയും എന്നുള്ളതാണ്. ഈ പുഴയുടെ കര പിടിച്ച് നടന്നാലെത്തുന്നത് അറബിക്കടലിലേക്കാണ്. അതിനെ എത്ര കടവത്തായി ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിൽ തന്നെ എത്തിച്ചേരും. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കണ്ണാടി ഗോപകുമാറിനുള്ളതാണ്. നന്ദി, നമസ്കാരം. അതെ. അപ്പോൾ പിന്നെ ചെയ്യാറെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദമാണ്. അത് എല്ലാവർക്കും തിരക്കാണ്. കാറുണ്ട്, അപ്പൊ കാറ് പോരാ, തീവണ്ടി വേണം എന്നൊരു തീരുമാനം. അപ്പൊ തീവണ്ടി ഒരു സാധാരണ സ്പീഡിൽ പോകുമ്പോൾ നമുക്കറിയാം തീവണ്ടീൻ്റെ ഒരു താളം എന്ന് പറയുന്നത് ഈ ഒരു താളത്തിലാണ് പോകുക. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് ഓരോ ട്രെയിൻ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്റ്റാർട്ട് ചെയ്യുന്നതും അത് ഓടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. അച്യുതാനന്ദ സാറിന് ആദ്യം നമ്മൾ ട്രെയിൻ കൊടുക്കുന്നു, മൂപ്പരത് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അത് ഓടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ്. അല്ലേ മെല്ലല്ലേ പോകുള്ളൂ. കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ, മൂപ്പരുടെ തീവണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വ്യത്യാസമുണ്ട്. ഒരു ബേജാറും വെപ്രാളും ഒക്കെ ഉണ്ടാവില്ല. അതായത് വളരെ സ്പീഡാണ്. നമ്മൾ വായിൽ കൈയിട്ടാലും കടിക്കാത്ത ഒരാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് AK ആന്റണി സാർ. അപ്പം മൂപ്പരുടെ തീവണ്ടി ആർക്കും വലിയ ഉപദ്രവമില്ല, അത് പതുക്കെ അങ്ങനെ പോവുള്ളൂ. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യാസമാണ്. നമ്മൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി സാറിന്റെ തീവണ്ടി, അതിനൊരു തലശ്ശേരി കണ്ണൂർ ശൈലിയാണ്. അങ്ങനെ വരുമ്പോ എനക്ക് അങ്ങനെ ആവുമ്പോ ഇങ്ങനെ പോകുന്ന ഒരു ഐറ്റമുണ്ട്. ഈ നമുക്കിപ്പോൾ കാറുകളില്ലേ, എല്ലാ കാറിലും GPS ഉണ്ടല്ലോ. അപ്പോൾ ഈ GPS ഓണാക്കിയിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഓണാക്കി കഴിഞ്ഞാൽ ഒരു പെണ്ണാണല്ലോ എപ്പോഴും നമുക്ക് വഴി പറഞ്ഞു തരിക. ടേൺ ലൈറ്റ്, ടേൺ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇത് ഓരോ ജില്ലക്കാർ പറഞ്ഞു. ഇപ്പോൾ മലപ്പുറം ജില്ലക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് പെണ്ണിൻ്റെ ശബ്ദം വേണ്ട, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് GPS. അപ്പോൾ പുള്ളിയുടെ ശബ്ദം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, അശ്വതി പോവാണ്, സ്റ്റാർട്ട് ചെയ്തോ. ഞാനാണ് GPS, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ശബ്ദത്തിൽ വരാൻ പോകണം. ഓക്കെ, നിക്കട്ടെ, വഴി തെറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് മെല്ലെ നമ്മുടെ കൂട്ടിലങ്ങാടി ലീഗ് ഓഫീസിൻ്റെ അടുത്തുനിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ തങ്ങളുടെ ആ വീടിൻ്റെ അടുത്തുനിന്ന് ഇടത്തോട്ട് തിരിയുക. എന്നിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയി അവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുക. മനസ്സിലായോ? ഈ GPS തന്നെ നമുക്ക് കണ്ണൂർ കൊണ്ടുപോവാം. പിണറായിയുടെ ശബ്ദത്തിൽ പോവാണ്. സ്റ്റാർട്ട് ചെയ്തു. കുറച്ചുകൂടി
മുന്നോട്ട് പോയിട്ട് വീണ്ടും ഇടത്തോട്ട് നായനാർ സ്മാരക മന്ദിരത്തിൻ്റെ അടുത്തുനിന്ന് ഇടത്തോട്ട്. ഈ വണ്ടി വലത്തോട്ട് പോവില്ല. പിന്നെ സ്റ്റാർസ് ചെയ്യാം. സ്റ്റാർസ് ഓക്കെ. സ്റ്റാർസ് അതിൽ ഒന്ന് നമ്മുടെ കോഴിക്കോട്ടുകാരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തു കൂടിയാണ് കലിംഗ ശശിയേട്ടൻ. ശശിയേട്ടൻ്റെ പ്രാഞ്ചിയേട്ടൻ്റെ ആ ഡയലോഗ് ചെയ്യാം. നേരം വെളുത്തപ്പം മുതൽ ഓരോരുത്തർ വിളിച്ച് ചോദിക്കാൻ തുടങ്ങിയ പത്മശ്രീ ഫാൻസി സാറുണ്ടോ, പത്മശ്രീ ഫാൻസി സാറ് പുറത്തു പോയോ, അവിടെ വന്നു കഴിഞ്ഞാൽ പത്മശ്രീ ഇങ്ങോട്ട് കാട്ടിത്തരൂ, ഇങ്ങോട്ട് വരട്ടെ കാട്ടിക്കൊടുക്കണ്ടേ പത്മശ്രീ. അല്ല ഉച്ചയ്ക്ക് ചോറിന് എത്ര ആളുണ്ടാവും, അതുകൊണ്ട് പറഞ്ഞാൽ പോരുന്നാലും. ആ താങ്ക് യു. എല്ലാ വേദികളിലും ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ ചെയ്തിട്ടുള്ള ഒരാളുടെ ശബ്ദമാണ് ലാൽ സാറിന്റെ ശബ്ദം. മോഹൻലാൽ അല്ലേ? അത് കന്മതം. ശരിയാ, നീ പറഞ്ഞപ്പോഴും ശരിയാ. എനിക്ക് 2 മാസം പ്രായമുള്ളപ്പോ എന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി കിടത്തി സ്വന്തം കാര്യം നോക്കിയപ്പോൾ ഏതോ സ്ത്രീയാ എന്താപ്പാ. അങ്ങനെയുള്ള എനിക്ക് നിന്റെ അമ്മ തത്തുതായിട്ടാ ശരിയാ വരിക. ബോംബെയില് ഒരു തെരുവില് ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്നവരാ നമ്മള്. എന്നിട്ട് ഈ കേരളത്തിൽ വന്നിട്ട് ഒരു പെണ്ണിനെ കണ്ടപ്പോൾ നീ പഴതൊക്കെ മറന്നു. ഇനി ഞാനായിട്ടൊരു കുഴപ്പമുണ്ടാക്കില്ല. അറേ സാല് ഹറാമി. അടിപൊളി, സൂപ്പർ. ഓ ധാരാളം. ഇതെല്ലാം ഇന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത ദിവസം വരുമ്പോ പിന്നെ നമ്മൾ എന്ത് ചോദിക്കും? അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഹാപ്പി, നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പൊ വേഗം പോയിട്ട് പിന്നെ ഒരു ദിവസം വന്നാളി.